ഹലോ, പുതിയൊരു വീഡിയോ വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ സൈഡിൽ നിന്ന് വന്ന റിക്വസ്റ്റ് പ്രകാരമാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. എന്താന്ന് വെച്ചാൽ ഞാൻ വാട്സ് ഇൻ മൈ ബാഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഞാൻ മെയിൻ ആയിട്ട് കാണിച്ച ഒരു സാധനം എന്താന്ന് വെച്ചാൽ എന്റെ ഹെയർ സ്റ്റിക്ക് ആയിരുന്നു അല്ലെ. അപ്പൊ അത് കണ്ടപ്പോ തൊട്ട് നിങ്ങളുടെ സൈഡിൽ നിന്ന് കുറെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു, എങ്ങനെ ഈ ഹെയർ സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് മുടി നമ്മൾ എങ്ങനെയാ കെട്ടുന്നത്. അപ്പൊ ആ ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. അപ്പൊ ഇതാ എന്റെ കയ്യിൽ ഇതാ ഒരുപാട് ഹെയർ സ്റ്റിക്സ് ഉണ്ട്. ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യുന്ന ഹെയർ സ്റ്റിക്സ് ആണ്. ഓരോന്നും ഓരോ ലെങ്തിലാണ്. അപ്പൊ ഇതിന്റെ ലെങ്ത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഹെയർ ഭയങ്കര തിക്നെസ്സും അതുപോലെ നല്ല ലെങ്ത് ഉള്ള ഹെയർ ആണെങ്കിൽ ഇങ്ങനെയുള്ള വലിയ ലെങ്ത് ഉള്ള സ്റ്റിക്സ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലാണ്ട് അത് ഊരിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അധികം തിക്നെസ് ഒന്നും ഇല്ല എന്നാണെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ സ്റ്റിക്സ് യൂസ് ചെയ്യുക. അതാകുമ്പം എന്താ ഒരുപാട് ഇങ്ങനെ പുറത്തേക്ക് സ്റ്റിക്ക് ഇങ്ങനെ നീളത്തിൽ നിൽക്കില്ല. നല്ല ഭംഗിയിൽ തന്നെ ഇങ്ങനെയുള്ള ചെറിയ സ്റ്റിക്സ് യൂസ് ചെയ്താൽ കിടക്കും. അപ്പൊ അതാണ് സ്റ്റിക്സിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇത് പറയുന്നത് ഈസിലി അവൈലബിൾ ആണ്. ഏത് ഫാൻസിയിൽ നിങ്ങളിപ്പോ ചോദിച്ചാൽ ഹെയർ സ്റ്റിക്ക് എന്ന് ചോദിച്ചാൽ എല്ലാവരും തരും. അപ്പോ ഞാനിത് എന്റെ ഒരു കളക്ഷൻ തന്നെ ഉണ്ട് ഇവിടെ. അതാണ് ഈ ഒരു ഹെയർ സ്റ്റിക്സ് ഒക്കെ. അപ്പൊ ഇന്നത്തെ ചെയ്യാൻ പോകുന്നത് ഞാൻ 3 സ്റ്റൈലിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോ എന്താ ഹെയറിന്റെ ലെങ്ത് വെച്ചിട്ട് പറയുകയാണെങ്കിൽ 3 ടൈപ്പ് ഹെയർ ലെങ്ത് ഉള്ളവർക്കും പറ്റും. ലെങ്ത് കൂടുതലുള്ളവർക്കും പറ്റും, മീഡിയം ലെങ്ത് ഉള്ളവർക്കും പറ്റും, ഒരു ഷോൾഡർ കടന്നിട്ട് ഒരു കുറച്ചൊരു ലെങ്ത് വരുന്നവർക്ക് വരെ പറ്റും. ഒരുപാട് ഷോർട്ട് ഹെയർ ഉള്ളവർക്ക് ഇത് ചെയ്യാൻ പറ്റില്ല, കാരണം അത് ഊരിപ്പോവും. അപ്പൊ അങ്ങനെയുള്ള 3 സ്റ്റൈൽസ് ആണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ ഞാൻ പറയാം, ഇവിടെ ഞാൻ ഡെമോ കാണിച്ചു തരാൻ പോകുന്നത് എന്റെ ഹെയറിലാണ്. അപ്പൊ എന്റെ ഹെയർ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. ഞാൻ കുറെ പേരോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ സൈഡ് ലെയർ കട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോ ഇത് ബാക്കിൽ ബണ്ണായിട്ട് കിട്ടുമ്പോൾ കുറെ മുടികളൊക്കെ ഇതിലൊക്കെ ഓടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതൊന്ന് ക്ഷമിക്കണം. വലിയൊരു ഭംഗിയിൽ ഞാൻ കുറെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. പക്ഷെങ്കിൽ വലിയൊരു ഭംഗിയിൽ കാണാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല. ഞാൻ എപ്പോഴും നല്ല നീറ്റായിട്ട് കെട്ടുന്ന ഒരു സ്റ്റൈൽ ഞാൻ ഇതിൽ കാണിച്ചു തരുന്നുണ്ട്. അതിന്റെ കൂടെയുള്ള 2 അത്ര പെർഫെക്ഷൻ വരുമോ എന്നറിയില്ല, എന്നാലും നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഫസ്റ്റ് ഹെയർ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെയർ ഞാൻ മൊത്തമായിട്ട് ഇങ്ങനെ എടുത്ത് പിടിക്കുകയാണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് കോംബ് ചെയ്തിട്ട് നല്ല വൃത്തിയിലൊക്കെ ചെയ്യാം. ഞാൻ ഫ്രണ്ട് സെക്ഷൻ ഇപ്പൊ കാണിച്ചു തരുന്നില്ല, ബാക്കിൽ എങ്ങനെയാ ചെയ്യുന്നതെന്ന് മാത്രമാണ് പറഞ്ഞു തരുന്നത്. അപ്പൊ ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഈ ഒരു ബാക്കിയുള്ള പോർഷൻ ഫുള്ളായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കൊടുക്കുന്നത് ഇങ്ങനെ, നമ്മൾ പിടിച്ചതിന്റെ കൈയിന്റെ ഉള്ളിലേക്കാണ് ഇങ്ങനെ കൊടുക്കുന്നത്. കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ഈ ഒരു പോർഷൻ നമ്മൾ ഫുള്ളായിട്ട് ഇവിടെ എത്രയാണോ നമുക്ക് ബാക്കി വരുന്നത്, നിങ്ങളുടെ ലെങ്തിനനുസരിച്ചിട്ടാണ്. ചിലവർക്ക് ഈ ഒരു ഫസ്റ്റ് ഇതിൽ തന്നെ തീരും. എന്റേത് ഇവിടുന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇവിടെ വരെ എത്തുന്നുണ്ട്. അപ്പൊ അതുവരെ കൊടുത്തിട്ട് ബാക്കിയുള്ളത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാല് സ്റ്റിക്ക് യൂസ് ചെയ്യാം. അപ്പൊ കയ്യിൽ ഇവിടെ ചൊറഞ്ഞു കിടക്കുന്ന ഈ ഹെയർ ഇതിനുള്ളിലേക്കൂടെ സ്റ്റിക്ക് കൊണ്ടുപോകാം. നമ്മുടെ ഫിംഗേഴ്സ് എവിടെയാണോ ടച്ച് ചെയ്തിട്ടുള്ളത് അവിടെ വരെ സ്റ്റിക്ക് കൊണ്ടുപോയതിനു ശേഷം ഈ ഒരു പോർഷൻ പിടിച്ചിട്ട് നമ്മുടെ സ്കാൽപ്പിൽ തൊടുന്ന രീതിയിൽ സ്റ്റിക്ക് ഉള്ളിലൂടെ കൊണ്ടുപോവാം. അതിനുശേഷം ഇവിടെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. നമ്മുടെ ഉള്ളിലേക്കൂടെ ഈ ചൊറഞ്ഞതിന്റെ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. അതിനുള്ളിലേക്ക് പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഹെയർ സ്റ്റൈല്. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഇതാ തല എത്ര കുളിക്കാലും ഇത് താഴേക്ക് പോവില്ല, നല്ല ടൈറ്റ് ആയിട്ട് തന്നെ നിൽക്കും. ഇത് ഏത് രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് ആയി കഴിഞ്ഞിട്ട് ഉള്ളിൽ നിന്ന് ഇങ്ങനെയൊക്കെ വലിച്ചിട്ടും ഇങ്ങനെ മെസ്സി ബണ്ണായിട്ടും ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഹെയർ സ്റ്റൈൽ. രണ്ടാമത്തെ നമ്മുടെ ഹെയർ സ്റ്റൈലിന് വേണ്ടിയിട്ട് ഞാൻ മുടി നേരത്തെ പിടിച്ച പോലെ പിടിക്കുകയാണ്. പക്ഷെങ്കിൽ ഇവിടെ എന്താ വെച്ചാൽ ഒരുപാട് ഹൈറ്റിൽ പിടിക്കരുത്, കുറച്ച് താഴ്ത്തിയിട്ട് പിടിക്കുക. പിടിച്ചതിന് ശേഷം ഞാൻ ഇതാ ബാക്കിയുള്ള ഹെയർ ഇതാ ഇവിടെ പിടിക്കാന്ന്. അതിനുശേഷം ഇങ്ങനെ മൊത്തമായിട്ട് നമ്മുടെ വിരല് കൂട്ടി പിടിക്കുന്നതിന് പകരം ഇവിടെ 2 വിരല് മാത്രം യൂസ് ചെയ്യുക. നമ്മുടെ തമ്പും ഇൻഡെക്സ് ഫിംഗറും മാത്രം യൂസ് ചെയ്തിട്ട് നമ്മുടെ ഈ ഇൻഡെക്സ് ഫിംഗർ പുറത്തേക്ക് കടത്തിയിട്ട് ഇതാ ഈ രീതിയിലൊന്ന് റൊട്ടേറ്റ് ചെയ്യാം. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് മുകളിലേക്ക് ഇങ്ങനെ പിടിക്കാം. ആ ഇൻഡെക്സ് ഫിംഗർ ഉള്ളിൽ നിന്ന് കിട്ടുന്ന രീതിയിൽ അവിടെ ഒരു ഹോള് നമുക്ക് കിട്ടും. ആ ഹോളിലേക്ക് ഇങ്ങനെ പിടിച്ചതിന് ശേഷമാണ് നമ്മള് ഹെയർ സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് ഈ ഒരു പോർഷനിൽ ഉള്ളിലേക്ക് കടത്തിയിട്ട് ആ ഇൻഡെക്സ് ഫിംഗർ ഇട്ട ആ ഒരു ഹോളിലേക്കൂടെയാണ് നമ്മള് പുറത്തേക്ക് എടുക്കുന്നത്. അപ്പൊ ഇത് കുറച്ച് മെസ്സി ആയിട്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക, കാരണം ഞാൻ എന്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ സൈഡ് ലെയർ ആണ്. അപ്പോ ഹെയർ ഒക്കെ കുറച്ച് പുറത്തേക്ക് കിടക്കും.
അപ്പൊ ഇതില് നിങ്ങൾ ഈ ബാക്കിയുള്ളതിന് കുറച്ച് ലെങ്ത് ഇവിടെ ബാക്കി വരുന്നുണ്ടെന്നാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഉള്ളിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് കയറ്റാൻ പറ്റും. ഇല്ല, കുഴപ്പമില്ല. അപ്പൊ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഹെയർ സ്റ്റൈൽ. അപ്പൊ നമ്മുടെ ലാസ്റ്റ് ഹെയർ സ്റ്റൈലിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഹെയർ ഇങ്ങനെ എല്ലാം കൂടി കൂട്ടി പിടിക്കാണ്. ഇതിൽ ഇനി എന്താ ചെയ്യുന്ന വെച്ചാല്, നമ്മള് നേരത്തെ ഫസ്റ്റത്തെ ഹെയർ സ്റ്റൈലിൽ നമ്മള് ഇങ്ങനെയായിരുന്നു അല്ലെ ട്വിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് നേരെ നമ്മള് തിരിച്ച് പുറകോട്ടേക്കാണ് ട്വിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് പിടിച്ചിട്ട് ഹെയർ വല്ലാതെ സ്ലിപ്പായി കിടക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ കൈ ഇങ്ങനെ ഫുള്ളായിട്ട് കൊണ്ടുവന്ന് നമ്മള് ഇതിന്റെ ഇടയ്ക്ക് ഇതായി യൂരിപ്പോന്ന് ഹെയർ ഒക്കെ ഞാൻ ഇതിന്റെ കൂടെ പിടിക്കുന്നുണ്ട് കേട്ടോ. കൊണ്ടുവന്ന് ഇത് ഫുള്ളായിട്ട് എത്ര ലെങ്ത് ഉണ്ടോ അത്രയും നിങ്ങൾ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് കൊടുക്കുക. അതിനുശേഷം ഇതിങ്ങനെ പിടിച്ചിട്ട് ഈ ഒരു എന്താ നമ്മൾ ഈ ട്വിസ്റ്റ് ചെയ്ത ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ അതിന്റെ ഉള്ളിലേക്കൂടെയാണ് നമ്മള് അതവിടെ സ്റ്റക്കായി നിൽക്കാൻ വേണ്ടിട്ട് ഉള്ളിലേക്കൂടെ കടത്തിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കാൽപ്പ് തൊടുന്ന രീതിയിൽ ഉള്ളിലേക്ക് കൊണ്ടുപോവാം. എന്നിട്ട് ഇപ്പത്തെ സെക്ഷനിലെ ഹെയറിന്റെ ഉള്ളിലേക്കൂടെ പുറത്തേക്ക് കൊണ്ടുവരാം. ഇതാണ് നമ്മുടെ തേർഡ് ഹെയർ സ്റ്റൈൽ. അപ്പൊ 3 ഹെയർ സ്റ്റൈൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ മെല്ലനെ ഓരോ സ്റ്റെപ്പായിട്ട് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. ഇത് വലിയൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഞാൻ ഫ്രണ്ട് സെക്ഷനെ കുറിച്ചിട്ട് പറഞ്ഞില്ല. ഇത് കെട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങൾ ഹെയർ ഒക്കെ കുറച്ചൊന്നിങ്ങനെ മുന്നോട്ട് പൊന്തിച്ച് കുറച്ചൊരു പഫായി കൊടുത്താൽ ഒരു മെസ്സി ബൺ ലുക്ക് എന്ന് പറയുന്നത് ഇപ്പൊ ഭയങ്കര ട്രെൻഡായിട്ട് കിടക്കുന്നതല്ലേ. അപ്പൊ ആ രീതിയിൽ കൊടുത്ത് ഇവിടെ കുറച്ച് ഹെയർ ഒക്കെ കുറച്ചൊന്ന് പുറത്തേക്ക് കൊടുത്താൽ ഇപ്പൊ ഞാനിപ്പോ ചെയ്തിട്ടുള്ളത് ഞാൻ ഫസ്റ്റ് കാണിച്ചു തന്ന ആ ഒരു ഹെയർ സ്റ്റൈലാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റും. അപ്പോ ഞാൻ ഫ്രണ്ടും സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഉള്ളത്. അപ്പോ ഈ രീതിയിൽ നല്ല സ്റ്റൈലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഹെയർ സ്റ്റിക്ക് പെട്ടെന്ന് വാങ്ങിയിട്ട്. അപ്പോ ഇതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഗുണം എന്താന്ന് വെച്ചാല് നമ്മളിപ്പോ രാവിലെ കെട്ടിക്കഴിഞ്ഞാൽ വൈകുന്നേരം വരെ രാത്രി നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നവരെ ഒരു കെട്ടലിൽ തന്നെ ഇത് അവിടെ നിന്നോളും. അത് അഴിയത്തില്ല. ഇങ്ങനെ എന്നെ പോലെ ഇങ്ങനെ സൈഡ് ലെയർ ഒക്കെ ചെയ്തവരാണെങ്കിൽ മാത്രമേ ഇങ്ങനെ ഒരു കുറച്ച് ഹെയർ ഒക്കെ ഉള്ളിന്ന് പുറത്തേക്ക് വരുള്ളൂ. അല്ലാത്തവർക്ക് നല്ല പെർഫെക്റ്റ് ആയി നല്ല ടൈറ്റിൽ കിടക്കും മുടി. വലിയ ഡിസ്റ്റർബൻസോ കാര്യങ്ങളൊന്നും പിന്നെ ഉണ്ടാവില്ല. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരെ ടാറ്റാ.